ഹായ്, ഞാൻ ഡോക്ടർ ശ്രുതി, ഡെന്റൽ സർജൻ അറ്റ് ചിത്ര ഡെന്റൽ ക്ലിനിക്. മിക്ക പാരൻസിൻ്റെയും ഏറ്റവും വലിയ തലവേദനയാണ് കുട്ടികളുടെ ഡെന്റൽ അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ ഈ ഡെന്റൽ അപ്പോയിൻമെൻറ്റ്സ് എങ്ങനെ സ്ട്രെസ് ഫ്രീ ആക്കാം, മാത്രമല്ല ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഈ ഡെന്റൽ ഫിയർ ഇൻഫ്ലിക്റ്റഡ് ആവുന്നത്. ഈ കുട്ടികളിൽ ഈ ഡെന്റൽ ഫിയർ ഇൻഫ്ലിക്റ്റഡ് ആവുന്നത് മെയിനായിട്ടും വീട്ടുകളിൽ നിന്നും പാരൻസിൻ്റെ അടുത്തു നിന്നും തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു നേരം ബ്രഷ് ചെയ്യാൻ മടി കാണിക്കുന്ന കുട്ടിയോടോ പല്ലെടുക്കാൻ വീട്ടിൽ തന്നെ സമ്മതിക്കാത്ത കുട്ടിയോട് നമ്മൾ ആദ്യം പറയുന്നത് ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് പല്ലെടുക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുട്ടിയെ ഒരു നെഗറ്റീവ്ലി ഡെന്റൽ ഫീൽഡുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ, ഓൾഡർ സിബ്ലിങ്സ്, അതുപോലെ കസിൻസ്, ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് കേൾക്കുന്ന എക്സാജറേറ്റ് ആയിട്ടുള്ള ഡെന്റൽ അപ്പോയിൻമെന്റ്സിന്റെ സ്റ്റോറികളൊക്കെ കേട്ടിട്ടാണ് ഇവരുടെ മനസ്സിൽ ഡെന്റൽ ഫിയർ ഇൻഫ്ലിക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു ഡെന്റൽ അപ്പോയിൻമെന്റ് എങ്ങനെ സ്ട്രെസ് ഫ്രീ ആക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, കുട്ടി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈമിൽ അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഒരു ഡെന്റൽ വിസിറ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, റിലാക്സിങ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കുട്ടിയെ കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ കുട്ടികളുടെ കൂടെ ഡെന്റലി കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഓൾഡർ സിബ്ലിങ്സോ അതുപോലെ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അവരിൽ ചെറിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഡെന്റൽ അപ്പോയിൻമെന്റ് തന്നെ നമുക്ക് ഡെന്റിസ്റ്റിനെയും ഡെന്റൽ അസിസ്റ്റന്റിനെയും ഡെന്റൽ ചെയറിനെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, ഫസ്റ്റ് ഡെന്റൽ അപ്പോയിൻമെന്റ് തന്നെ നമുക്ക് വലിയ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക് ഡെമോൺസ്ട്രേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഡെന്റിസ്റ്റിനെയും ഡെന്റൽ അസിസ്റ്റന്റിനെയും ഡെന്റൽ ചെയറിനെയൊക്കെ ഒരു പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് മൾട്ടിപ്പിൾ അപ്പോയിൻമെന്റ്സ് ആയിട്ട് കുട്ടിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ റിവാർഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുട്ടിക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുട്ടികളുടെ ഡെന്റൽ അപ്പോയിൻമെന്റ് സ്ട്രെസ് ഫ്രീ ആക്കാവുന്നതാണ്. താങ്ക് യു.